വോട്ടർ പട്ടികയിൽ പേരിലെന്ന കാരണം പറഞ്ഞ് ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന്റെ പാസ്പോർട്ട് നിഷേധിച്ചത് ദേശീയ തലത്തിലടക്കം വലിയ ചർച്ചയായി മാറി. ആർ രാജഗോപാൽ തന്നെയാണ് തന്റെ പാസ്പോർട്ട് പുതുക്കാനാവാതെ തടഞ്ഞുവെക്കപ്പെട്ട കാര്യം വെളിപ്പെടുത്തിയത്. പാസ്പോർട്ട് പുതുക്കി കിട്ടാതായതോടെ അമേരിക്കയിൽ വെച്ച് നടന്ന മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനായില്ല എന്നും രാജഗോപാൽ പറഞ്ഞു. ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന SIR-ലൂടെ രാജഗോപാലിന് വോട്ട് നിഷേധിക്കപ്പെട്ടിരുന്നു. പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ പേരിലെന്ന് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ടും നിഷേധിക്കുന്നത്. 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകന് നേരെ BJP ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പകപോക്കുകയാണോ? കാണാം RDX റാപ്പ്. SIR-ലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി വോട്ടവകാശം നിഷേധിച്ചതിന് പിന്നാലെയാണ് ടെലിഗ്രാഫ് മുൻ എഡിറ്ററും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ആർ രാജഗോപാലിന്റെ പാസ്പോർട്ടും തടഞ്ഞുവെച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആർ രാജഗോപാലിന്റെ പാസ്പോർട്ട് സർക്കാർ പുതുക്കി നൽകാതിരുന്നത്. പാസ്പോർട്ട് പുതുക്കി കിട്ടാതായതോടെ US-ൽ വെച്ച് നടന്ന മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും രാജഗോപാലിന് സാധിച്ചില്ല. രാജഗോപാലിന്റെയോ അദ്ദേഹത്തിന്റെ പിതാവിന്റെയോ പേര് 2002-ലെ വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന കാരണം പറഞ്ഞായിരുന്നു SIR-ലൂടെ അദ്ദേഹത്തിന്റെ വോട്ടവകാശം നിഷേധിച്ചത്. പിന്നാലെ വോട്ടർ പട്ടികയിലില്ലെന്ന കാരണം പറഞ്ഞ് പാസ്പോർട്ടും പുതുക്കി നൽകിയില്ല. ഇതോടെ ഈ നടപടികൾക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാജഗോപാൽ. തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ പാടുപെടുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ അവസ്ഥയാണിതെന്ന് ആർ രാജഗോപാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, കോൺഗ്രസ് MP വിവേക് തൻഖ, തൃണമൂൽ MP സാഗരിക ഘോഷ്, പിണറായി വിജയൻ തുടങ്ങി നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇതിലൊരു പകപോക്കലുണ്ടോ? അല്ല, അതങ്ങനെ ഒരു വ്യക്തിയോടുള്ള പകപോക്കൽ എന്നതിനപ്പുറം അവിടെ നിലനിൽക്കുന്ന പൊതു സാഹചര്യം എന്താണെന്ന് പരിശോധിക്കുക ശ്യാമിലി. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ 27 ലക്ഷം പേർക്കാണ്, അതായത് അവിടെ നിലവിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്നത്. SIR-ൽ അവരുടെ പേര് വോട്ട് വെട്ടിപ്പോയിരിക്കുന്നു. 90 ലക്ഷത്തിന് മേലുണ്ടായിരുന്നു. അതിൽ ഈ നിലവിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന 27 ലക്ഷം പേർക്കാണ് വെട്ടിപ്പോയത്. അതിൽ 25 ലക്ഷം പേരും ഇപ്പോൾ അപ്പലൈറ്റ് ട്രിബ്യൂണലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പീൽ 25 ലക്ഷം അപ്പീലുകളാണ് ഇതിനിടയ്ക്ക് വന്നിരിക്കുന്നത്. അതിൽ തീർപ്പായതിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? അതുകൂടെ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവുള്ളൂ. 25 ലക്ഷം അപ്പീലിൽ തീർപ്പായത് 6581 മാത്രമാണ് ഇതുവരെ. 6581 മാത്രം. പല കേസുകളിലും ഈ പറഞ്ഞതുപോലെ കോടതി ഇടപെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോടതി കർശനമായി ഇടപെടുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിനെ ഇത് ബാധിച്ചു. ഇതെങ്ങനെയാണ് SIR ഒരേ സമയം പാസ്പോർട്ടും പൗരത്വരേഖയും എല്ലാമായി മാറുന്നത് എന്നുള്ളതിന് ഏറ്റവും കൃത്യമായ തെളിവാണ് ഈ ഒരൊറ്റ സംഭവം. അതും രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ രാജഗോപാലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്നത് SIR എന്നത് എങ്ങനെ പൗരത്വരേഖയായി മാറുന്നു, SIR-ലൂടെ എങ്ങനെയാണ് ഒരാളെ പൗരനായി നിർണ്ണയിക്കുന്ന നടപടിക്രമം കൂടി ഉണ്ടാകുന്നത്, വോട്ടർ പട്ടിക നിർണ്ണയിക്കുന്നതോടുകൂടി ഒരാളുടെ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്.